Hello everyone, good morning. It's me, your maths teacher, CB Jalal. This is your maths class. Let's start the class. Come on. ലാസ്റ്റ് ക്ലാസ്സിലപ്പോൾ നമ്മൾ കോർഡിനേറ്റ്സ് ആണ് അല്ലേ ചെയ്തുകൊണ്ടിരുന്നത്. കോർഡിനേറ്റ്സിൻ്റെ ഇപ്പോൾ ഒരു റെക്റ്റാങ്കിളിൽ തന്നിട്ട് ഒരു പോയിൻ്റൊക്കെ തന്നു കഴിഞ്ഞാൽ നമുക്ക് ബാക്കി മൂന്ന് വേർട്ടിസസിൻ്റെയും കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാനൊക്കെ നമ്മൾ പഠിച്ചു. ഓക്കെ, ടുഡേ വി ആർ ഗോയിങ് ടു ലേൺ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു കോർഡിനേറ്റ്സ്. അപ്പോൾ രണ്ട് കോർഡിനേറ്റ്സ് തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കാനാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, we have noted a distance എന്ന് പറഞ്ഞ topic. We have noted that any length can be taken as the unit in making distance along the axis. So the distance between 2 points on the axis can be said only as the multiple of this unit. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്, ഈ ഒരു രണ്ട് പോയിൻറ്റ്സ് കൺസിഡർ ചെയ്യുക. ഇത് എവിടെയാണ് ഈ രണ്ട് പോയിൻറ്റ്സ്? എക്സ് ആക്സിസിലാണ് അല്ലേ. എക്സ് ആക്സിസിൽ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വൈ കോർഡിനേറ്റ്സ് ഓൾവേസ് 0. എക്സ് ആക്സിസിലെ കോർഡിനേറ്റ്സിൻ്റെ വൈ കോർഡിനേറ്റ് എന്താ? 0 ആയിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് പോയിൻറ്റ് 20 ആൻഡ് സെക്കൻഡ് പോയിൻറ്റ് 50. അപ്പോൾ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് കോർഡിനേറ്റ്സിൻ്റെ ഡിഫറൻസ് ആയിരിക്കും അല്ലേ. എക്സ് കോർഡിനേറ്റ്സിൻ്റെ ഡിഫറൻസ് ആയിരിക്കും ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇവിടെ ഓരോ എക്സാമ്പിളും കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് എക്സ് കോർഡിനേറ്റ് ഡിഫറൻസ് പറഞ്ഞാൽ 5 - 2, ദാറ്റ് ഈസ് 3 യൂണിറ്റ്സ് ആയിരിക്കും ഈ രണ്ട് പോയിൻറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഇനി അതേപോലെ തന്നെ വൈ കോർഡിനേറ്റ്സിലും ഇവിടെ 3 ബോക്സിലാക്കിയിട്ട് തന്നിട്ടുണ്ട്. ഓൾ ദ പോയിൻറ്റ്സ് വിത്ത് ദ സെയിം വൈ കോർഡിനേറ്റ്സ് ആർ. നമ്മൾ എക്സ് ആക്സിസിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. വൈ ആക്സിസിലാണ് രണ്ട് പോയിൻ്റ് എങ്കിൽ എക്സ് കോർഡിനേറ്റ് 0 ആയിരിക്കും. സോ നമ്മൾ എന്ത് ചെയ്താൽ മതി? വൈ കോർഡിനേറ്റ്സ് തമ്മിലുള്ള ഡിഫറൻസ് കണ്ടാൽ മതി. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡിസ്റ്റൻസ് കിട്ടും. ഓക്കെ, അണ്ടർസ്റ്റാൻഡ്? ഇനി ഓൾ ദ പോയിൻറ്റ്സ് വിത്ത് ദ സെയിം വൈ കോർഡിനേറ്റ് ആർ ഓൺ ദ ലൈൻ പാരലൽ ടു ദ എക്സ് ആക്സിസ്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഇതിപ്പോൾ ഇത് എക്സ് ആക്സിസും ഇത് വൈ ആക്സിസും ആണെങ്കിൽ എക്സ് ആക്സിസിന് പാരലലായിട്ടൊരു ലൈൻ വരച്ചു. പാരലലായിട്ടൊരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വൈ കോർഡിനേറ്റ്സിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദ ഓൾ വൈ കോർഡിനേറ്റ്സ് വിൽ ബി സെയിം അല്ലേ. വൈ കോർഡിനേറ്റ് ഇവിടെ 4 ആണെങ്കിൽ ഇവിടെയും എല്ലാവിടെയും എന്തായിരിക്കും? 4 ആയിരിക്കും. ദാറ്റ് വിൽ ബി 4, റൈറ്റ്? അതാണ് പറഞ്ഞിരിക്കുന്നത്. ഓൾ ദ പോയിൻറ്റ്സ് വിത്ത് ദ സെയിം വൈ കോർഡിനേറ്റ് ആർ ഓൺ ദ line parallel to the x-axis and the distance between any pair of such points is difference of the x-coordinate. അപ്പോൾ ഇവിടെ ഈ ഒരു പാരലൽ എക്സ് ആക്സിസിന് പാരലലായിട്ട് ഒരു ലൈൻ കൺസിഡർ ചെയ്തിട്ട് ആ ലൈനിൽ ഏതെങ്കിലും രണ്ട് പോയിൻറ്റ്സ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ ഡിസ്റ്റൻസ് ആണ് നമ്മൾ കാണുന്നതെങ്കിൽ എന്ത് ചെയ്താൽ മതി? എക്സ് കോർഡിനേറ്റിൻ്റെ ഡിഫറൻസ് കണ്ടാൽ മതി. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ എക്സ് കോർഡിനേറ്റിൻ്റെ ഡിഫറൻസ് കണ്ടാൽ മതി. ഇനി അത് സെയിം തന്നെയാണ് വൈ ആക്സിസിന് പാരലലായിട്ടൊരു ലൈൻ വന്നു അല്ലേ. ഓൾ പോയിൻറ്റ്സ് വിത്ത് ദ സെയിം എക്സ് കോർഡിനേറ്റ് ആർ ഓൺ ദ ലൈൻ പാരലൽ ടു ദ വൈ ആക്സിസ്. വൈ ആക്സിസിന് പാരലലായിട്ട് ഇവിടെ എക്സ് കോർഡിനേറ്റ് 1 ആണെങ്കിൽ വൈ കോർഡിനേറ്റ് 1 ഇവിടെ വരും, ഇവിടെ 1 2 വരും, ഇവിടെ 1 3 വരും അല്ലേ. അങ്ങനെയല്ലേ വരിക? എക്സ് കോർഡിനേറ്റ് വിൽ ബി സെയിം അല്ലേ. എക്സ് കോർഡിനേറ്റ് എല്ലാം സെയിം ആയിരിക്കും വൈ ആക്സിസിന് പാരലലായിട്ടുള്ള ലൈനിന്. അപ്പോൾ അങ്ങനെയുള്ള ആ പാരലൽ ലൈനിൽ ഏതെങ്കിലും രണ്ട് പോയിൻറ്റ്സ് എടുത്തിട്ട് അവരുടെ തമ്മിലുള്ള ഡിസ്റ്റൻസ്, അവർ തമ്മിൽ എത്ര അകലുണ്ടെന്ന് കാണാൻ എന്ത് ചെയ്താൽ മതി? വൈ കോർഡിനേറ്റ്സിൻ്റെ ഡിഫറൻസ് കണ്ടാൽ മതി. ഇത് കണ്ടാൽ മതി. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എനി പെയർ ഓഫ് സച്ച് പോയിൻറ്റ്സ് ആസ് ഡിഫറൻസ് ഓഫ് ദെയർ വൈ കോർഡിനേറ്റ്സ് അല്ലേ. യെസ്. അപ്പം നമ്മളൊരു ഫോർമുലയാക്കി എഴുതിയാലോ? അതാണ് തേർഡ് ബോക്സിലുള്ളത്. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിൻറ്റ്സ് വിത്ത് കോർഡിനേറ്റ്സ് x1y ആൻഡ് x2y. അതെപ്പോഴാണ് വരിക? x1y x2y y സെയിം ആണ്. x1ഉം x2 ആണ് ചേഞ്ച് ആവുന്നത്. അത് എങ്ങനത്തെ ലൈനിനാണ് വരിക? എക്സ് ആക്സിസിന് പാരലലായിട്ടുള്ള ലൈനിലാണ് എന്ത് വരിക? വൈ കോർഡിനേറ്റ്സ് സെയിം ആയിട്ട് വരിക അല്ലേ. അങ്ങനെയാണെങ്കിൽ അവരുടെ ഡിസ്റ്റൻസ് എന്തായിരിക്കും? x1 - x2 എന്തായിരിക്കും? മോഡ് ഓഫ് x1 - x2 അല്ലേ. മോഡാണ്. മോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് വാല്യൂ ആണെങ്കിൽ ഇപ്പോൾ നമ്മളൊരു ലെങ്ത്തിൻ്റെ യൂണിറ്റ് എപ്പോഴും നമ്മൾ പോസിറ്റീവ് ആയിട്ടാണ് എടുക്കുക, ശരിയല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ x1 5 ആണെന്നും x2 12 ആണെന്നും വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 5 - 12 എന്നല്ല വരിക. വി ഗെറ്റ് ഓൺലി ദ
നെഗറ്റീവ് വാല്യൂ ആസ് ആൻസർ അല്ലേ, ആൻസർ ആയിട്ട് നെഗറ്റീവ് വാല്യൂ കിട്ടുക. അപ്പോൾ മോഡ് ഓഫ് -7 എന്നാണ് ആൻസർ കിട്ടുക. അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ ഡിസ്റ്റൻസ് യൂണിറ്റ് നമ്മൾ നെഗറ്റീവിൽ പറയുമോ? ഇല്ല. അപ്പോൾ എന്താ ആൻസർ പറയുക? 7 യൂണിറ്റ്സ് ആണ് അവർ തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ പറയും. അതാണ് മോഡ് ഓഫ് x1 മൈനസ് x2. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിൻറ്റ്സ് വിത്ത് കോർഡിനേറ്റ്സ് xy1 ആൻഡ് xy2. അതായത് y ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഒരു ലൈനിലെ കോർഡിനേറ്റ്സ് ആണ് അല്ലേ. അപ്പോൾ എക്സ് കോർഡിനേറ്റ്സ് സെയിം ആയിരിക്കും, y കോർഡിനേറ്റ്സ് ഡിഫറെൻ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ ഒരു ലൈനിലെ രണ്ട് പോയിൻറ്റ്സിൻ്റെ ഡിസ്റ്റൻസ് എന്തായിരിക്കും? y1 മൈനസ് y2. Okay, let's do some problems related to this topic. Look at the picture. ഇവിടെ ഞാൻ x ആക്സിസിന് പാരലൽ ആയിട്ട് ഒരു ലൈൻ വരച്ചു. ദാറ്റ് ഇസ് എ ബി. എ എത്രയാ? 2 3. ബി എത്രയാ? 5 3. അപ്പോൾ x1y x2y എന്ന ഒരു രീതിയിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ എ ബി എന്ന ഡിസ്റ്റൻസ് നമ്മളെങ്ങനെ കണ്ടുപിടിക്കും? x1 മോഡ് ഓഫ് x1 മൈനസ് x2. മാം ഇവിടെ മോഡ് എന്നിടാൻ മറന്നു, ബ്രാക്കറ്റ് ആയിട്ടത് നിങ്ങൾ മോഡ് ഓഫ് എന്നിടണം, അതായത് സ്ട്രെയിറ്റ് ലൈൻ കേട്ടോ. അപ്പോൾ എ ബി ഈസ് ഈക്വൽ ടു x1 മൈനസ് x2, ദാറ്റ് ഇസ് 2 മൈനസ് 5, ദാറ്റ് ഇസ് -3 എന്ന് കിട്ടും. അപ്പോൾ ലെങ്ത് ഷുഡ് ബി പോസിറ്റീവ് ആയിരിക്കും. എ ബി എന്ന് പറഞ്ഞാൽ 3 യൂണിറ്റ് ആയിരിക്കും. എ ബിയുടെ ലെങ്ത് എത്രയാണ്? അപ്പോൾ 3 യൂണിറ്റ്, അല്ലെങ്കിൽ എയിൽ നിന്നും ബിയിലോട്ടുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 3 യൂണിറ്റ് എന്ന് കിട്ടി. അതേപോലെ y ആക്സിസിന് പാരലലായിട്ടൊരു ലൈൻ വരച്ചു പി ക്യു. അതിൽ 2 പോയിൻറ്റ്സ് മാർക്ക് ചെയ്തു, 1 1 ആൻഡ് 1 5. അപ്പോൾ y ആക്സിസിന് പാരലലാവുമ്പോൾ എക്സ് കോർഡിനേറ്റ് എന്തായിരിക്കും? സെയിം ആയിരിക്കും അല്ലേ. അപ്പോൾ പി ക്യൂൻ്റെ ലെങ്ത് എങ്ങനെ കാണും? 1 5. പി എന്ന് പറയുന്നത് 1 5, ക്യൂ എന്ന് പറയുന്നത് 1 1. അതായത് xy1 xy2 എന്ന ഫോമിൽ നമുക്ക് കിട്ടിയില്ലേ. അപ്പോൾ പി ക്യൂൻ്റെ ഡിസ്റ്റൻസ് എങ്ങനെയാണ്? മോഡ് ഓഫ് y1 മൈനസ് y2, ദാറ്റ് ഇസ് മോഡ് ഓഫ് 5 മൈനസ് 1, ദാറ്റ് ഇസ് 4 യൂണിറ്റ് ആണ് എന്ത് വരിക? പി ക്യൂൻ്റെ ലെങ്ത്ത്. ഓക്കെ. അപ്പോൾ എക്സ് ആക്സിസിന് പാരലലായിട്ടും വൈ ആക്സിസിന് പാരലലായിട്ടും ഉള്ള ലൈൻസിൽ, അതായത് ഒന്നില്ലെങ്കിൽ എക്സ് കോർഡിനേറ്റ്സ് സെയിം ആയിരിക്കും, അല്ലെങ്കിൽ വൈ കോർഡിനേറ്റ് സെയിം ആയിട്ടുള്ളത് നമ്മൾ പഠിച്ചു. ഇനി രണ്ടും ഡിഫറെൻ്റ് ആയിട്ട് വന്നാലോ? അതായത് എക്സ് കോർഡിനേറ്റിനും പാരലലല്ല, വൈ കോർഡിനേറ്റിനും പാരലലല്ല. ഇത് ലൈക്ക് ദിസ്. ഇത് ഒറിജിൻ, ഇത് എക്സ് ആക്സിസ് ആൻഡ് ദിസ് ഇസ് വൈ ആക്സിസ്. ഇങ്ങനൊരു ലൈൻ വന്നാലോ? എ ബി. അപ്പോഴും നമുക്ക് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിക്കണ്ടേ? ഇത് 1 2 ആണെന്ന് വിചാരിക്കുക, ഇത് 5 7 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എ ബിയുടെ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല കണ്ടുപിടിക്കണ്ടേ, അതായത് നമ്മൾ പഠിക്കണ്ടേ. അപ്പോൾ അതിനും ഒരു ഫോർമുല ഉണ്ട്. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ് വിത്ത് കോർഡിനേറ്റ്സ് x1 y1 ആൻഡ് x2 y2. എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും ഡിഫറെൻ്റ് ആയിട്ടുള്ള കോർഡിനേറ്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കാം? റൂട്ട് ഓഫ് x1 മൈനസ് x2 ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 ഹോൾ സ്ക്വയർ. ഓക്കെ. അപ്പോൾ ഇതൊക്കെ ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം കേട്ടോ, ഈ ഫോർമുലാസൊക്കെ. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിൻറ്റ് വിത്ത് കോർഡിനേറ്റ്സ് എക്സ് വൈ ആൻഡ് ദ ഒറിജിൻ ഈസ്. ഇനി വേറൊരു ഓപ്ഷനും വരാലോ. ഇത് ഒറിജിൻ, ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. ഇവിടെ ഒരു പോയിൻ്റ് കൊടുത്തു എ, 3 5 എന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ഒറിജിനും ഈ പോയിൻറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞു. അപ്പോഴും നമുക്ക് കണ്ടുപിടിക്കാം. ഈ ഒരു ഫോർമുല ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാം. റൂട്ട് ഓഫ് x1 മൈനസ് x2 ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 ഹോൾ സ്ക്വയർ. അതിൽ ഒരു x1ഉം ഒരു y1ഉം 0 0 ആയിരിക്കും അല്ലേ. അപ്പോൾ അത് നമ്മൾ ചുരുക്കി നമ്മൾ എന്തെഴുതും? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അപ്പോൾ ഒരു എൻ പോയിൻ്റ് ഒറിജിനും ഒരു വേറൊരു പോയിൻറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. സിമ്പിളാണ്. മുകളിലത്തെ ഈ ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ ഈ ഒരു ഫോർമുല അപ്ലൈ ചെയ്ത് ബുദ്ധിമുട്ടണ്ട. അതിനെ ഷോർട്ടാക്കിയിട്ട് ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. ഈ ഒരു ഫോർമുല യൂസ് ചെയ്യണ്ട. അതിന് ഷോർട്ടാക്കിയിട്ട് എന്ത് തന്നിട്ടുണ്ട്? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്കത് റിലേറ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് നോക്കാം. ഒരു പോയിൻ്റ് ഒറിജിനും ഒരു വേറൊരു പോയിൻ്റ് തന്നു, അതായത് MN എന്നാണ് കൺസിഡർ ചെയ്തത്. എം എന്താണ്? 0 0, N 3 4 എന്നെടുത്തു. N എന്തെടുത്തു? 3 4. അങ്ങനെയാണെങ്കിൽ ഈ MNൻ്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ എന്താ ഫോർമുല? ഒരു പോയിൻ്റ് ഒറിജിൻ വേറൊരു പോയിൻ്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എങ്ങനെയാണ് ഫോർമുല?
റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ് അല്ലേ. അപ്പോൾ റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് എക്സ് എന്താണ് ഇവിടെ 3, വൈ എത്രയാ 4. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 9 സ്ക്വയർ പ്ലസ് റൂട്ട് ഓഫ് 9 പ്ലസ് 16. ദാറ്റ് ഈസ് റൂട്ട് 25. റൂട്ട് 25ൻ്റെ റൂട്ട് എത്രയാ 5 യൂണിറ്റ് ആണ് അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, യു ഗെറ്റ് മീ? ഓക്കെ, അപ്പോൾ ഈ 1-2 കാര്യങ്ങൾ മനസ്സിലായല്ലോ. എക്സ് ആക്സിസിന് പാരലലായിട്ട് വരുമ്പോഴും വൈ ആക്സിസിന് പാരലലായിട്ട് വരുമ്പോഴുള്ള ഫോർമുല വെച്ച് നമ്മൾ സോൾവ് ചെയ്തു. ദെൻ ഒറിജിനിൽ നിന്നും ഒരു പോയിന്റിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ 2 ഡിഫറെൻറ്റ് കോർഡിനേറ്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എങ്ങനെയാണ് കാണുക, അതിനുള്ള എക്സാമ്പിൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ചെയ്യാം. പേജ് നമ്പർ 146 നിന്നും നമ്മൾ ഫസ്റ്റ് പ്രോബ്ലം എടുക്കുന്നു. കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് ദ സൈഡ്സ് ആൻഡ് ദ ഡയഗണൽസ് ഓഫ് ദ കോഡിലാറ്ററൽ ഓൺ ദ റൈറ്റ് സൈഡിൽ ഒരു കോഡിലാറ്റർ തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഡയഗണൽസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഡയഗണൽ എടുക്കുക, ഇതിനൊരു പേര് കൊടുക്കുക. ABCD എന്ന് നമ്മൾ ഈ കോഡിലാറ്ററിന് പേര് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? AC കണ്ടുപിടിക്കാം. ഓക്കെ, ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് ദ AC and then we want to find the length of BD. ഓക്കെ, ACയും BDയും കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ മാം അതിന് ABCD എന്ന് പേര് കൊടുത്തു. ABCD എന്ന് പേര് കൊടുത്തു. A എന്താ -3 -2, B 1 -2, C ഒറിജിൻ O 0 0 ആൻഡ് D ഈസ് -3 1. ഓക്കെ, അപ്പോൾ AC ഫസ്റ്റ് കണ്ടുപിടിച്ചിട്ട് AC എന്താണ്? ഒരു എൻ പോയിന്റ് 0 0 ആണ്, അതായത് ഒറിജിൻ ആണ് അല്ലേ. ഒറിജിനും ഒരു കോർഡിനേറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസിൻ്റെ ഫോർമുല എന്താണ്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ കോർഡിനേറ്റ്സ് XY ആൻഡ് ദ ഒറിജിൻ ഈസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ് നമ്മളിപ്പോൾ പഠിച്ചു അല്ലേ. അപ്പോൾ അതെങ്ങനെ കാണാം? AC ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്താണ്? -3, വൈൻ്റെ വാല്യൂ എന്താണ്? -2. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? -3 ഹോൾ സ്ക്വയർ -2 ഹോൾ സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു വാല്യൂസ്. സോ -3ൻ്റെ സ്ക്വയർ എത്രയാണ്? ദാറ്റ് വിൽ ബി 9 ആൻഡ് -2ൻ്റെ ദാറ്റ് വിൽ ബി 4. അപ്പോൾ 9 + 4 is 13. അപ്പോൾ റൂട്ട് 13 ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് പോയിന്റ് ഓർ റൂട്ട് 13 ഈസ് ദ ലെങ്ത് ഓഫ് ദിസ് ഡയഗണൽ AC. ഓക്കെ, ഇനി നമുക്ക് BD എന്ന ഡയഗണലിൻ്റെ ഫോം കാണണം അല്ലേ, ലെങ്ത് കാണണം. ഓക്കെ, അപ്പോൾ BD എന്ന 2 ഡിഫറെൻറ്റ് പോയിൻറ്റ്സ് ആണ്. ഒന്ന് 1 -2ഉം ഒന്ന് 3 1ഉം ആണ്. അതായത് നമ്മൾ Bനെ നമ്മൾ x1 y1 എന്ന് എടുക്കുന്നു, Dനെ നമ്മൾ x2 y2 എന്ന് എടുക്കണം. അപ്പോൾ ആ ഫോർമുല അപ്ലൈ ചെയ്യാലോ. റൂട്ട് ഓഫ് x1 - x2 ഹോൾ സ്ക്വയർ പ്ലസ് ഫസ്റ്റ് ഹോൾ റൂട്ട് ഓഫ് x1 - x2 ഹോൾ സ്ക്വയർ പ്ലസ് y1 - y2 ഹോൾ സ്ക്വയർ. ദെൻ നമ്മൾ B എന്തെടുത്തു? 1 -2, D -3 1, അതായത് Bനാണ് x1ഉം y1ഉം, D x2 y2. ദെൻ 1 - -3 ഹോൾ സ്ക്വയർ 1 minute. അപ്പോൾ B എന്തെടുത്തു? 1 - -3 ആണ് അല്ലേ. ഇവിടെ x2 x1 1ഉം x2 -3ഉം. അപ്പോൾ 1 - -3 ഹോൾ സ്ക്വയർ. ഇനി y1 എത്രയാ? -2 -2 -1 ആണ്, ജസ്റ്റ് 1. ഓക്കെ, അപ്പോൾ 1 -3, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, അത് കൺസിഡർ ചെയ്യണ്ട. ഓക്കെ, 1 -3 എന്താവും? 1 + 4 ആവും, 1 + 3 ആവും. 1 + 3 എത്രയാ? 4. അപ്പോൾ 4 സ്ക്വയർ പ്ലസ് -2 - -1 -2 -1 എന്തായി? -3 ഹോൾ സ്ക്വയർ. അപ്പോൾ 4 സ്ക്വയർ പ്ലസ് -3 ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 16 + 9 എത്രയാ? റൂട്ട് 25. ദാറ്റ് ഈസ് 5. റൂട്ട് 25 ദാറ്റ് ഈസ് 5 യൂണിറ്റ് ആണ് ഏതിൻ്റെ ലെങ്ത്ത്? BDയുടെ ലെങ്ത്ത്. അപ്പോൾ ഒരു ഡയഗണലിൻ്റെ ലെങ്ത്തും കൂടി നമുക്ക് കിട്ടിയില്ലേ. അപ്പോൾ ഈ കോഡിലാറ്ററിൻ്റെ 2 ഡയഗണൽസിൻ്റെ ലെങ്ത്ത് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് പ്രോബ്ലംസ് കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാപ്റ്റർ ക്ലോസ് ചെയ്യും. സോ മാം ഒരു ക്ലാസ് കൂടി ഈവനിങ്ങിൽ അപ്ലോഡ് ചെയ്യും. ഓക്കെ, മാത്സ് ക്ലാസ്സിൻ്റെ ഒരു ക്ലാസ് കൂടി ഈവനിങ്ങിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ബാക്കി പ്രോബ്ലംസ് ആയിരിക്കും നമുക്കപ്പോൾ കാണാം. ടിൽ ദെൻ ബൈ.